അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫസ്റ്റ് ഫ്ലൈറ്റിനെ കുറിച്ചാണ്. ഒരു പക്ഷിയുടെ ആദ്യ പറക്കലിനെ കുറിച്ച്, ആദ്യ അനുഭവത്തിൽ നേരിടുന്ന പ്രയാസങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അതിൻ്റെ ബന്ധുക്കളൊക്കെ, അതിൻ്റെ ഫാദർ, സിസ്റ്റർ, ബ്രദറൊക്കെ അവിടെ പറന്ന് നടക്കുന്നുണ്ട്. ആരും അവനെ നോക്കുന്നില്ല. അമ്മ മാത്രം ഇടയ്ക്ക് നോക്കുന്നുണ്ട്. ഷീ വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ് ഓൺ ദ പ്ലാറ്റ്യൂ, ഹെർ വൈറ്റ് ബ്രീസ് ത്രസ്റ്റ് ഫോർവേഡ്. ഞാൻ അമ്മയെക്കുറിച്ച് പറയണം. അമ്മ അപ്പുറത്തൊരു ഇതിന് മുകളിൽ, പാറയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ട്. അവളുടെ ആ നെഞ്ച് മുമ്പിലേക്ക് തള്ളി നിൽക്കുന്നു. നൗ ആൻഡ് അഗെയിൻ ഷീ ടോർ അറ്റ് എ പീസ് ഓഫ് ഫിഷ് ദാറ്റ് lay at her feet and then scarped each side of her beak on the rock. അവൾ ഇടയ്ക്കിടയ്ക്ക് ആ ഭക്ഷണം വീണ്ടും വീണ്ടും കഴിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന ആ കാലിലുണ്ടായിരുന്ന ഫിഷിനെ ഇടയ്ക്കിടയ്ക്ക് കൊത്തിയിട്ട് അതിൻ്റെ കൊക്ക് പാറയിലിട്ട് ഉരതുന്നുണ്ട്. സാധാരണ പക്ഷികളൊക്കെ ചെയ്യാറുള്ളത് പോലെ. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻഡ് ഹിം. ഈ ഭക്ഷണ കാഴ്ച അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. How he loved to tear food that way, scraping his beak now and again to wet it. ഇതുപോലെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ അവൻ എത്ര ആഗ്രഹിക്കുന്നു. പിന്നീട് അവൻ്റെ ആ ചെറിയ കൊക്കുകൾ പാറയിൽ ഉരതി മൂർച്ച കൂട്ടാനും അവൻ എത്ര ഇഷ്ടപ്പെടുന്നുണ്ട്. He uttered a low cackle. His mother cackled too and looked at him. അവനൊന്ന് ശബ്ദമുണ്ടാക്കി. അവിടെ നിന്ന് അമ്മയും അതുപോലെ ശബ്ദമുണ്ടാക്കി. Gaga, he cried, begging her to bring him over some food. She screamed back mockingly. അപ്പോൾ അവൻ ശബ്ദമുണ്ടായിക്കൊണ്ടിരുന്നത് എനിക്ക് ഭക്ഷണം വേണം എന്നർത്ഥത്തിൽ. അവിടുന്ന് തിരിച്ച് ഒരു അനുകരണ രീതിയിൽ, പരിഹാസ രീതിയിലായിട്ട് അമ്മയും ഒന്ന് തിരിച്ചിങ്ങോട്ടാക്കി. ബട്ട് ഹീ കെപ്റ്റ് കാളിങ് പ്ലെയിൻറ്റീവ്ലി. പക്ഷേ എന്നിട്ട് അവൻ ദുഃഖത്തോടെ വിഷമത്തോടെ അവൻ വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓർ സോ ഹി അട്ടേർഡ് എ ജോയ്ഫുൾ സ്ക്രീം. അങ്ങനെ ഒരു മിനിറ്റിന് ശേഷം അവനൊന്ന് സന്തോഷത്തോടെ ശബ്ദിച്ചു. കാരണം ഹിസ് മദർ ഹാഡ് പിക്ക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് വാസ് ഫ്ലൈങ് അക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്. അവൻ കണ്ടു അവൻ്റെ മദർ ഒരു ഫിഷിൻ്റെ പീസുമായിട്ട് അവന് നേരെ പറന്നെടുക്കുന്നത് കണ്ടു. He leaned out eagerly, tapping the rock with his feet, trying to get nearer to her as she flew across. അവന് നേരെ പറന്നു വരികയാണ്. അവൻ്റെ നേരെ അപ്പുറത്തുള്ള പാറയിലാണ് അമ്മ നിന്നിരുന്നത്. അവിടെ നിന്ന് ഒരു ഫിഷുമായിട്ട് അവൻ്റെ നേരെ പറന്നെടുക്കുകയാണ്. അവൻ അങ്ങോട്ട് ചാഞ്ഞിരുന്നു. ഈ പാറയുടെ അറ്റത്ത് പോയിട്ട് അങ്ങോട്ട് ഇങ്ങനെ ചാഞ്ഞിരുന്നു. ലീൻഡ് ഔട്ട് ഈഗർലി, ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ്, ട്രൈങ് ടു ഗെറ്റ്. അവൻ്റെ കാല് ആ പാറയിൽ വെച്ചിട്ട് കഴിയുന്നത്ര അവൻ്റെ കൊക്കും ശരീരവും ഇങ്ങോട്ട് നീട്ടി വെച്ചു. നേരെ അമ്മ പറന്നടുക്കും തോറും. ബട്ട് വെൻ ഷീ വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം, അബ്രീസ്റ്റ് ഓഫ് ലെഡ്ജ്, ഷീ ഹാൾട്ടഡ്, ഹെർ ലെഗ്സ് ഹാങ്ങിങ് ലിംബ്, ഹെർ വിങ്സ് മോഷൻലെസ്, ദ പീസ് ഓഫ് ഫിഷ് ഇൻ ഹെർ ബീക്ക് ഓൾമോസ്റ്റ് വിത്തിൻ റീച്ച് ഓഫ് ഹിസ് ബീക്ക്. പക്ഷെ തൊട്ടടുത്തെത്തിയപ്പോൾ പറന്ന് രണ്ടുപേരും അഭിമുഖമായി. പാറയുടെ തലക്കിൽ ഈ കുഞ്ഞും, പാറക്ക് അപ്പുറത്ത് ഒഴിഞ്ഞ സ്ഥലത്തായിട്ട് മറ്റേ പാറയിൽ നിന്ന് പറന്നു വന്ന അമ്മ തൊട്ടടുത്തായിട്ട് അഭിമുഖമായപ്പോൾ അമ്മ അവിടെ നിന്നു, ഒന്ന് സ്റ്റോപ്പാക്കി. കാലുകൾ അവിടെ തളർത്തിയിട്ടു. അതുപോലെ തന്നെ വിങ്സ് മോഷൻലെസ് ആക്കി. അത് പറക്കൽ നിർത്തി. ആ സമയത്ത് രണ്ടുപേരുടെയും ബീക്ക് അടുത്തടുത്താണ്. അമ്മയുടെ കൊക്കിൻ്റെ തൊട്ടടുത്താണ് തൻ്റെ കൊക്കുള്ളത്. പക്ഷേ ഇങ്ങോട്ടങ്ങ് എത്തുന്നില്ല. ഹി വെയിറ്റഡ് എ മൊമെൻറ്റ് ഇൻ സർപ്രൈസ്. അവൻ അത്ഭുതത്തോടെ ഒരു നിമിഷം അവനൊന്ന് വെയിറ്റ് ചെയ്തു. വണ്ടറിങ് വൈ ഷീ ഡിഡ് നോട്ട് കം നിയറർ. എന്താണ് അമ്മ എൻ്റെ അടുത്തേക്ക് വരാത്തത്? കുറച്ചും കൂടെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ എനിക്കത് കൊത്തിയെടുക്കാമായിരുന്നല്ലോ. ആൻഡ് ദെൻ മാഡൻഡ് ബൈ ഹാങ്കർ. പക്ഷേ ഈ ഹങ്കർ, അവൻ്റെ വിശപ്പ് കഠിനമായപ്പോൾ ഹി ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. അവൻ ക്ഷമ കെട്ടിട്ട് അവസാനം തൻ്റെ അമ്മയുടെ കൊക്കിലുള്ള ഭക്ഷണത്തിലേക്ക് അങ്ങ് ചാടി. ആ പാറയിൽ നിന്ന് അവനങ്ങ് ചാടി. വിത്ത് എ ലൗഡ് സ്ക്രീം ഹി ഫെൽ ഔട്ട്വാർഡ്സ് ആൻഡ് ഡൗൺവാർഡ്സ് ഇൻ ടു സ്പേസ്. അവൻ ആ ചാട്ടത്തിൽ മുകളിലോട്ടും താഴോട്ടുമായിട്ട് വലിയൊരു കരച്ചിലോടെ അങ്ങ് താഴ്ന്നിറങ്ങി. ഹിസ് മദർ ഹാഡ് സൂപ്ഡ് അപ്വാർഡ്സ്. ആ അമ്മയുടെ കൊക്കിലേക്ക് അങ്ങ് ഇറങ്ങിയപ്പോൾ അമ്മ അവിടെ ഒന്ന് പൊങ്ങി. ആസ് ഹി പാസ്ഡ് ബിനീത്ത് ഹെർ ഹി ഹിയർഡ് ദ സ്വിഷ് ഓഫ് വിങ്സ്. താൻ ആ കൊക്കിന് നേരെ എത്തിയപ്പോഴേക്കും അമ്മ മുകളിലോട്ട്
വീണ്ടും ചിറകടിച്ച് മുകളിലോട്ട് പറക്കുന്നത് അവൻ കണ്ടു. ആ സമയത്ത് അവൻ സ്വാഭാവികമായിട്ടും നിരാശനായി അമ്മ മുകളിലേക്ക് പോയപ്പോൾ ദെൻ എ മോൺസ്ട്രസ് ടെറർ സീസ്ഡ് ഹിം. അവനിക്ക് അമ്മയുടെ കൊക്കിൽ പിടിക്കാനും കഴിഞ്ഞില്ല, ഭക്ഷണം പിടിക്കാനും കഴിഞ്ഞില്ല, അവനങ്ങ് ചാടുകയും ചെയ്തു. ദെൻ എ മോൺസ്ട്രസ് ടെറർ സീസ്ഡ് ഹിം ആൻഡ് ഹീസ് ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ. പെട്ടെന്ന് അവനെ പേടി പിടികൂടി, ശക്തമായ പേടി പിടികൂടി. അവൻ്റെ ഹൃദയം ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. ഹീ കുഡ് ഹിയർ നത്തിങ്. അവനക്കൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് എ മൊമെൻറ്റ്. പക്ഷേ ഈ ഒരു പേടിയുടെ അവസ്ഥ ഒരു നിമിഷം മാത്രമേ നിലനിന്നുള്ളൂ. അപ്പോഴേക്കും ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഹീ ഫെൽറ്റ് ഹീസ് വിങ്സ് സ്പ്രെഡ് ഔട്ട് വാൾസ്. അവനിക്ക് അവൻ്റെ ചിറകങ്ങ് വിരിയുന്നതായിട്ട് തോന്നി. ദ വിൻഡ് റഷ്ഡ് അഗെയിൻസ്റ്റ് ഹീസ് ബ്രീസ്റ്റ് ഫെതേഴ്സ് ദെൻ അണ്ടർ ഹിസ് സ്റ്റൊമക്ക് ആൻഡ് അഗെയിൻസ്റ്റ് ഹിസ് വിങ്സ്. അവൻ്റെ നെഞ്ചിന് നേരെ, പിന്നെ അവൻ്റെ തൂവലുകൾക്ക് നേരെ, സ്റ്റൊമക്കിന് നേരെയൊക്കെ കാറ്റടിക്കുന്നതായിട്ട് അവനക്ക് തോന്നി. അവൻ്റെ വിങ്സിന് നേരെയും കാറ്റ് വരുന്നതായി തോന്നി. ഹി കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദ എയർ. അവൻ്റെ ചിറകുകൾ എയറിനെ കട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് അവനിക്ക് അനുഭവപ്പെട്ടു. ഹി വാസ് നോട്ട് ഫാളിങ് ഹെഡ് ലോങ് നൗ. ഇപ്പോൾ അവൻ താഴോട്ട് പതിക്കുന്നില്ല. ഹി വാസ് സോറിങ് ഗ്രാജുവലി. അവൻ പതുക്കെ പതുക്കെ പറക്കുകയായിരുന്നു. ഡൗൺവാർഡ്സ് ആൻഡ് ഔട്ട്വാർഡ്സ്, മുകളിലോട്ടും താഴോട്ടുമായിട്ട്. ഹി വാസ് നോ ലോങ്ങർ അഫ്രൈഡ്. അവനിപ്പോൾ ആ പേടിയൊന്നുമില്ല. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി. ചെറിയൊരു തലകറക്കം അവനിക്ക് ഫീൽ ചെയ്തു. ദെൻ ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് വൺസ് ഹി സോഡ് അപ്വാർഡ്സ്. പിന്നീട് അവന് മുകളിലേക്ക് പറന്ന് അവൻ്റെ ചിറകടിക്കാൻ തുടങ്ങി. ഹി അട്ടേർഡ് എ ജോയ് സ്ക്രീം ആൻഡ് ഫ്ലാപ്ഡ് ദം അഗെയിൻ. അവൻ സന്തോഷത്തോടെ ഒന്ന് ശബ്ദിച്ച് വീണ്ടും ചിറകടിച്ചു. ഹി സോഡ് ഹയർ. അങ്ങനെ മുകളിലോട്ട് പറന്നു. ഹി റേസ്ഡ് ഹിസ് ബ്രീസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് അഗെയിൻസ്റ്റ് ദ വിൻഡ്. അങ്ങനെ അവൻ്റെ നെഞ്ചിനെ മുന്നോട്ട് വിരിച്ച് വീണ്ടും മുന്നോട്ട് പോയി, ശബ്ദമുണ്ടാക്കി. ഹിസ് മദർ സൂപ്ഡ് പാസ്റ്റ് ഹിം, ഹെർ വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്. അവൻ്റെ അമ്മ അവൻ്റെ മുമ്പിലായിട്ട്, അവൻ്റെ പിന്നിലായിട്ട് പോന്നു. ഹി ആൻസേർഡ് ഹെർ വിത്ത് അനദർ സ്ക്രീം. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദിച്ചു. ദെൻ ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീമിങ്. അതുപോലെ തന്നെ ഫാദറും ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവൻ്റെ മുകളിലൂടെ പോയി. ദെൻ ഹി സോ ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഫ്ലൈങ് അറൗണ്ട് ഹിം സോറിങ് ആൻഡ് ഡൈവിങ്. പറന്നുകൊണ്ടും താഴ്ന്നുകൊണ്ടുമായിട്ട് അവൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും അവൻ്റെ അടുത്തുകൂടെ പോകുന്നതും അവൻ കണ്ടു. Then he completely forgot that he had not always been able to fly. എനിക്കൊരിക്കലും പറക്കാൻ കഴിയില്ല എന്ന അവൻ്റെ ആ ചിന്ത തന്നെ അവൻ മറന്നു പോയിട്ടുണ്ട്. ആൻഡ് commenced to dive and soar shrieking shrilly. അങ്ങനെ അവൻ പാറാനും ചാടാനും പറക്കാനുമെല്ലാം ആവേശത്തോടെ ശ്രമിച്ചുകൊണ്ടിരുന്നു. He was near the sea now, flying straight over it, facing out over the ocean. ഇപ്പോൾ അവൻ സീക്ക് അടുത്തെത്തിയിട്ടുണ്ട്. മുകളിൽ നിന്ന് പറന്നിട്ട് സീയുടെ അടുത്താണ്. ഫ്ലൈയിങ് സ്ട്രൈറ്റ് ഓവർ ഇറ്റ്, ഫേസിങ് ഔട്ട് ഓവർ ദ ഓഷൻ. അതിന് നേരെ നോക്കിക്കൊണ്ട് അഭിമുഖമായിട്ട് അവൻ പറക്കുകയാണ്. ഹി സോ എ വാസ്റ്റ് ഗ്രീൻ സീ ബിനീത്ത് ഹിം വിത്ത് ലിറ്റിൽ റിഡ്ജസ് മൂവിങ് ഓവർ ഇറ്റ്. ഹി ടേൺഡ് ഹിസ് ബീക്ക് സൈഡ് വൈസ് ആൻഡ് ക്രൗഡ് അമ്യൂസ്ഡ്ലി. വിശാലമായ കടലിങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പച്ചപ്പും അതുപോലെ തന്നെ ചെറിയ കുന്നുകളൊക്കെ കടന്നു പോകുന്നുണ്ട്. His parents and his brothers and sisters had landed on this green floor in front of him. അവൻ്റെ മുകളിലുള്ള പച്ച വെള്ളത്തിൽ അവർ ലാൻഡ് ചെയ്തിട്ടുണ്ട്. They were beckoning to him, calling shrilly. അവനെയും വിളിക്കുന്നുണ്ട്, മാടി വിളിക്കുന്നുണ്ട്. He dropped his legs to stand on the green sea. അവൻ ആ കടലിന് മുകളിലൊന്ന് നിൽക്കാൻ ശ്രമിച്ചു. His legs sank into it. പക്ഷേ അവൻ്റെ കാലുകൾ വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി, മുങ്ങിപ്പോയി. He screamed with fright and attempted to rise again. അവൻ പേടിച്ച് വീണ്ടും തൻ്റെ കാലുകളെ ഉയർത്തിയെടുക്കാൻ ശ്രമിച്ചു. Flapping his wings, ചിറകടിച്ചുകൊണ്ട്. But he was tired and weak with hunger. പക്ഷേ അവൻ ക്ഷീണിതനായിരുന്നു, ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് ക്ഷീണിച്ചവനായിരുന്നു. And he could not rise. അവനിക്ക് ചിറകടിച്ച് മുങ്ങിപ്പോയ കാലുകളെ പൊക്കിയെടുക്കാൻ കഴിയുന്നില്ല. Exhausted by strange exercise. അപരിചിതമായ, അവനക്ക് ഇതുവരെ പരിചയമില്ലാതിരുന്ന ഈ ഒരു എക്സസൈസ്, ഈ പറക്കലിലൂടെ അവനാകെ ക്ഷീണിച്ചിട്ടുണ്ട്. His feet sank into the green sea and then his belly touched it and he sank no further. അങ്ങനെ അവൻ്റെ കാലുകൾ മുങ്ങി. പിന്നീട് അവൻ്റെ വയറും വെള്ളത്തിലേക്ക് തട്ടി. പക്ഷേ ആ വയറ് വെള്ളത്തിലെത്തിയപ്പോൾ പിന്നീട് അവൻ മുങ്ങിപ്പോയില്ല. He was floating on it. അവൻ അതിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുകയാണ്. And around him his family was screaming, praising him. അവനെ
പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അവനിക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടും അവൻ്റെ ഫാമിലി ചുറ്റുമുണ്ട്. ആൻഡ് ദെയർ ബീക്സ് വെർ ഓഫർ ഹി സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്. നല്ല ഡോഗ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഈ ഒരു തരം ഷാർക്കാണ്, സ്രാവിൻ്റെ പെട്ടൊരീനാണ്. അങ്ങനെ ആ നല്ല മത്സ്യത്തിൻ്റെ ഭക്ഷണങ്ങളും അവനിക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ്റെ കുടുംബാംഗങ്ങൾ ചുറ്റുമുണ്ട്. ഹി ഹാഡ് മെയ്ഡ് ഹീസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അങ്ങനെ അവൻ്റെ ആദ്യ പറക്കൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ കഥ. നല്ലൊരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. അപ്പോൾ ആദ്യമായിട്ട് പറക്കാൻ പേടിച്ചിരുന്ന അവൻ ആദ്യ പറക്കിൽ അഭിമുഖീകരിച്ച പേടിയും പ്രശ്നങ്ങളും, എന്നാൽ ചെറിയൊരു മൊമെൻ്റ് അവൻ അതിജീവിച്ചതിലൂടെ അതിനെ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളതുമാണ് ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇതിൽ അവസാനം അതിൻ്റെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിയാം ഓഫ് ഫ്ലഹർട്ടി എന്ന ഇതിൻ്റെ ഓഥറെക്കുറിച്ചും പറയുന്നുണ്ട്. ഐറിഷ് നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററുമാണ്. അദ്ദേഹത്തിൻ്റെ ഇതിന് പ്രത്യേകമായിട്ട് പറഞ്ഞത് സൈക്കോളജിക്കൽ ഇൻസൈറ്റുള്ള കഥകളായിരിക്കും അദ്ദേഹം എഴുതുക. അപ്പോൾ ഇത് തന്നെ നല്ലൊരു എക്സാമ്പിളാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസും സെൽഫ് കോൺഫിഡൻസ്, അതുപോലെ തന്നെ ഫാമിലി ലൈഫിൻ്റെ ഇമ്പോർട്ടൻസ്, അതൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിലൊരുപാട് സ്ഥലത്ത് ഫാമിലി ലൈഫിനെ അദ്ദേഹം നോട്ട് ചെയ്യുന്നുണ്ട്. സഹോദരങ്ങളും ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. വെറും ഒരു മോട്ടിവേഷണൽ സ്റ്റോറി ആണെങ്കിൽ ഇതിന് സിമ്പിളായിട്ട് ആ ഒരു കുഞ്ഞിൽ വേണ്ടി വന്ന അമ്മയിലേക്ക് മാത്രമേ കഥ ഒതുക്കാമായിരുന്നു. അപ്പോൾ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും കൊണ്ടുവന്നിട്ട് ഒരു ഫാമിലി ലൈഫിൻ്റെ സാധ്യത, അത് നൽകുന്ന ആത്മധൈര്യം, അതിലേക്ക് ഈ കഥ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതേതായാലും ഈ സെൽഫ് എസ്റ്റീം, സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത, സ്വയം ആത്മാഭിമാനം, അതൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. സ്റ്റോറിയുടെ തീം എന്താണ്, എന്തായിരുന്നു യഥാർത്ഥത്തിൻ്റെ പ്രശ്നം, ഈ പാരൻസിൻ്റെ റിയാക്ഷനെ കുറിച്ച് എനിക്ക് എന്താണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, ഒരമ്മ തൻ്റെ ആ കുഞ്ഞിനെ പ്രതിസന്ധികൾ മറികടക്കാൻ പഠിപ്പിക്കുന്ന രീതിയാണ്. ഭക്ഷണം അടുത്ത് കൊണ്ടുവന്നിട്ട് വലിച്ചിട്ട് അതിനെക്കൊണ്ട് പാറിപ്പിക്കുന്ന ആ രീതിയൊക്കെ ഇതിന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിലുള്ള പല എക്സ്പ്രഷൻസ്, ഇതിനുവേണ്ടി ഉപയോഗിച്ച വേർഡ്സും എക്സ്പ്രഷൻസും, ഈ പക്ഷികളുടെ ഇതൊക്കെ എക്സ്പ്രഷൻസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡു യു തിങ്ക് സച്ച് എക്സ്പ്രഷൻസ് മേക്ക് ദ നറേറ്റീവ് മോർ എഫക്റ്റീവ് ആൻഡ് എൻഗേജ് യുവർ ഇൻട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ? Long grey, the ledge has a sheer fall of precipice. Its walk has trotted back and forth. തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ എത്രത്തോളം നല്ലതാണ്. വാട്ട് ഇസ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി? ഈ സ്റ്റോറിയുടെ മെസ്സേജ് എന്താണ്? പിന്നെ ഒരു റിവ്യൂ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആക്ടിവിറ്റി 3 സീഗൾസ് ലൈഫിൽ ഇതിൻ്റെ ഫെയിലിയറും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫെയിലിയറും അതിൻ്റെ ഘടകങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ഒരു ഭാഗം കൂടെ പൂർത്തീകരിക്കാൻ വേണ്ടി വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആക്ടിവിറ്റി 4 തിങ്ക് ആൻഡ് റെസ്പോണ്ട്. ഡു യു ബിലീവ് ദാറ്റ് യു ഓൾസോ ക്യാൻ ഫ്ലൈ ഹൈ ഇൻ യുവർ ലൈഫ്? വാട്ട് സോർട്ട് ഓഫ് സപ്പോർട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം യുവർ ഫാമിലി? ഇതുപോലെ നിനക്കും ഉന്നതങ്ങളിൽ എത്താൻ പറ്റും നിനക്ക് പ്രതീക്ഷയുണ്ടോ? നിൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടിന് എത്രത്തോളം പ്രതീക്ഷിക്കുന്നു? അതുമാത്രം മതിയാകുമോ എനിക്ക് ഉന്നതിയിലെത്താൻ? പിന്നെ അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്, അതൊക്കെ പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങളിത് എഴുതുക, ഇതിൻ്റെ സമ്മറി എഴുതുക. പാഠത്തിൻ്റെ സമ്മറി എന്നതുപോലെ ഇതിനെക്കുറിച്ച് ചെറിയൊരു റിവ്യൂ ആയിട്ട് എഴുതിയാൽ മതി. ഇപ്രാവശ്യം സമ്മറി എഴുതുന്ന സമയത്ത് ഈ കഥയെക്കുറിച്ച് റിവ്യൂ ആയിരിക്കണം. അതായത് ഈ കഥയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എഴുതണം. കഥ കഴിഞ്ഞ സമയം തുടങ്ങിയിരുന്നു, അതിന് കുറച്ച് ഞങ്ങൾ കഴിഞ്ഞ സമ്മറിയിൽ എഴുതിയിരുന്നു. ഇപ്രാവശ്യത്തെ സമ്മറിയിൽ ഈ കഥയുടെ ബാക്കി ഭാഗവും അതുപോലെ തന്നെ ഈ കഥയിൽ നിന്ന് ലഭിക്കുന്ന മെസ്സേജ്, അതിന് നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം, നാം ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സമ്മറി എഴുതേണ്ടത്. ഇൻഷാ അല്ലാഹ് ക്ലാസ് റൂമിൽ സമ്മറി അപ്ലോഡ് ചെയ്യുക. അടുത്ത ചാപ്റ്ററും നമുക്ക് ഈ സിലബസിലുള്ളതാണ്, അടുത്ത ക്ലാസ്സിലെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.